എൻ്റെ പേര് രാജൻ. എൻ്റെ വീട്ടുപേര് കാട്ടുകടി. ഏ ഞാനിവിടെ ഈ തൊഴിലെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇത് വെച്ചാൽ നടുത്തുത്തി കടവെന്ന് അതിന് പറയാം. എന്നുവെച്ചാൽ ഈ പോയ ഈ പോകുന്ന കോരപ്പായ വഴി അങ്ങനെ അയിമൂത്തേക്കാം കടലിലേക്ക്. ഇത് ഞങ്ങളിവിടെ 3 പേരുണ്ട് ഈ കടവ് കൊയ്യാനുള്ളത്. നടുത്തുത്തി കടവ് എന്ന് പറഞ്ഞാൽ കൊയ്യാനുള്ളത് ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ വെച്ചാൽ ഒരു ദിവസം ഒരാൾ കൊഞ്ഞാൽ പിറ്റേന്ന് വേറെ ആൾ ചെയ്യും, അതിൻ്റെ പിറ്റേന്ന് വേറെ ആൾ ചെയ്യും. ഇതിൽ 3 പേരാകുമ്പോൾ അപ്പോൾ വെച്ചാൽ 2 ദിവസം ഗ്യാപ്പ് കഴിയും. ആ 2 ദിവസം ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലും. ഇത് അക്കരെ എത്തുന്നത് എത്തൂർ ഭാഗത്തേക്കാണ്, ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തേക്കാണ്. ആ ഇതിൽ വെച്ചാൽ അവിടേക്ക് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഈ കടവ് അക്കരെ കടന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു സംവിധാനമാണിത്. ആ സമയം എന്ന് വെച്ചാൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ റെസ്റ്റാണ് ഭക്ഷണത്തിൻ്റെ. പിന്നെ 2 മണിക്ക് തുടങ്ങിയാൽ 8 മണി വരെ. ഇത് തോണി വെച്ചാൽ ഈ നാട്ടിൻ്റെ പൊതു സ്വത്താണ്. അപ്പോൾ അത് വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ തൊഴിയുന്നത്. ദേശസേവാ സംഘം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട് ഇവിടെ. അത് ഞങ്ങൾ നാട്ടിൻ്റെ മാത്രം ഈ ദ്വീപിലുള്ളത്. അപ്പോൾ ഞങ്ങളാണ് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സംഗതി. അത് പഞ്ചായത്ത് ലേലത്തിലും കൊടുക്കുന്നില്ല, ഒന്നുമില്ലാതെ കണ്ടീഷൻ വന്നിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും കടവ് ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ തൊയ്യാനായിട്ട് നിങ്ങൾ തൊഞ്ഞോളിന്ന് പറഞ്ഞാൽ 3 ആളെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് തൊയ്യാൻ തുടങ്ങിയത്. അതിൽ തുണീൻ്റെ വാടക മാത്രമേ ഉള്ളൂ. തുണീൻ്റെ വാടക ഈ കമ്മിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ ആ കമ്മിറ്റിയിൽ സ്ഥിരമായിട്ട് എത്രയോ കൊല്ലങ്ങൾ മുന്നേ ഉള്ള കമ്മിറ്റിയാണത്, ഈ നാടിൻ്റെ എൻ്റെ ഇതിലുള്ള കൂടിയുള്ള. പക്ഷേ ഈ ദ്വീപിൽ ഉള്ള വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടു. അതിൽ അക്കരെ ഇക്കരെ ആർക്കും അതിനൊരു ഇതുമില്ല. ഒരു 10-15 ആൾക്കാർ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ജോലിയില്ല, അപ്പോൾ പോവുകയും ചെയ്യുക, വരികയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു അവനെന്താ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരുള്ളൂ. അതുവരെ ആരും ഉണ്ടാവില്ല. 8 മണി വരെ എന്തായാലും ഇവിടെ ഉണ്ടാവും. 8 മണി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു 3 കടയുള്ള ആൾക്കാർ, എന്താ വെച്ചാൽ ഒരു 2 ടൈലർമാർ, ഒരു ബാർബർ, അങ്ങനെ 3 ആൾക്കാർ വരാൻ. അപ്പോൾ ഓർക്ക് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ. അല്ലാണ്ട് ഇവിടെ 6-7 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നു കഴിഞ്ഞു. അതിനകത്ത് നല്ല പണിക്കോലൊക്കെ അതിൻ്റെ മുന്നേ വരും, സ്ത്രീകളും അല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ വരും. എതിർച്ചയാൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ടൊന്നുമില്ല. ഇനി അഥവാ അവർക്ക് ഇതിലെ വരുന്നില്ല, ചിലപ്പോൾ അതിലൊക്കെ വരും. അപ്പോൾ ഒരു വിളിച്ച് പറയും, ഞങ്ങൾ കാക്കണ്ട കേട്ടോ, ഞങ്ങളതിൽ പോകുന്നത്. എന്തായാലും ഞങ്ങൾ 8 മണി വരെ എന്തായാലും നിൽക്കും. പാലം പാസ്സായത് ക്യാൻസലായതാണ്. അത് 20 കോടി ഉറപ്പിച്ച ഇവിടേക്ക് ഇതായിരുന്നു. അപ്പോൾ അത് അവിടെ കുറച്ച് വീട്ടുകാരുടെ പ്രശ്നം കൂടി ആയി ക്യാൻസലായി പോയതാണ്. പാലം വരാനുള്ള സാധ്യതകൾ നിൽക്കുന്നുണ്ട്. പിന്നെ ലേസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കൊണ്ട് എടുക്കാനുള്ള സംവിധാനത്തിൽ നീങ്ങുന്നുണ്ട്. അത് ശരിയായി കിട്ടിയാൽ ഓക്കെ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്തായാലും ഈ കടവാണ് ആശ്രയമുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അറിയാം പ്രത്യേകിച്ച് ഇത് മറ്റേ ഒരു ചുറ്റുപാടും വെള്ളവും ആയിപ്പിച്ച് ഞങ്ങൾ മാത്രം കിടക്കുന്ന ഇതാണ്, പരന്ന് കിടക്കുന്ന സ്ഥലമല്ല. അപ്പോൾ ഇത്രയും വീട് മാത്രം ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നായിട്ട് കൂട്ടക്കെട്ട് ഇതായിട്ട് നിൽക്കാനും കഴിയുന്ന സമയം. മറ്റിപ്പോൾ അക്കരെ ആയിക്കോട്ടെ, ഇവിടുന്ന് തൊട്ട് തീർത്ഥം വരെ പോകും. നമ്മൾ ഏത് ഏരിയ വരെ കവർ ചെയ്യാൻ കഴിയൂല. ഇത് വെച്ചാൽ ഇത് കവർ ചെയ്യുക, ഇത് വെച്ചാൽ അത്തല തൊട്ട് ഇത്തല വരെ ഇത്ര വീട്, അത് ഞങ്ങളൊന്നും തന്നെ. അപ്പം വേറെ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തും വരുന്നില്ല, അപ്പുറത്തും വരുന്നില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞത്. എല്ലാം ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിയുന്ന എൻ്റെ അടുത്തടുത്ത വീട്. ഇപ്പം ഞങ്ങൾ തന്നെയാണല്ലോ നല്ല ഒരു സംവിധാനം. ഇവിടെ 100 വീടിൻ്റെ ചുറ്റും ഒരു കൂട്ടുകുടുംബം പോലെ അങ്ങോട്ട് ജീവിക്കും. ആർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. ആ ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു മരണ വീടായാലും എല്ലാവരും അവിടെ ഉണ്ടാവും. ആ ഈ ദ്വീപിലുള്ള എല്ലാവരും അവിടെ ഒറ്റക്കെട്ടായിട്ട് അവിടെ ഉണ്ടാവും. അതിൽ രാഷ്ട്രീയമോ മറ്റതോ മതമോ കാര്യമൊന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവിടെ ഉണ്ടാവും. ഇവിടെ പുതിയതായിട്ട് ആൾക്കാരങ്ങനെ വരുന്നില്ല. ഒക്കെ ഓരോ വീട്ടിലുള്ള ആൾക്കാരും ഇപ്പോൾ മക്കൾ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വീട് വേറെ എടുത്ത് പിന്നെ ഒരു വീട് വേറെ എടുത്ത് അങ്ങനെ എന്നാലും പിന്നെ വളരെ ചുരുക്കം ആൾക്കാർ പുറമെന്ന് വന്ന്. അപ്പോൾ ഒരു നമ്മളെ കുടുംബമായിട്ട് യോജിപ്പിലായിട്ട് അങ്ങനെ ഒരു കുടുംബം പോലെ അങ്ങനെ
ജീവിതം കൊണ്ടുപോകുക. വീട് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വെച്ചാൽ ഞങ്ങളെ തറവാട്ട് വകുപ്പിൽ വെച്ചാൽ എനിക്ക് അച്ഛനും അച്ഛൻ്റെ ഏട്ടനും ഉണ്ട്. അപ്പോൾ ആ ഇതിൽ കൂടി 3 ഷെയറായിട്ട് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട്. അപ്പം വീട് അപ്പുറം പോയി എടുക്കാന്നുള്ളൊരു സംവിധാനം വെച്ചാൽ അപ്പോൾ ഞാനും അച്ഛനും പറഞ്ഞാൽ ഏതായാലും നടക്കൂലാണ്, നമുക്ക് ഇവിടെ തന്നെ മതി. ഇവിടെ അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എല്ലാവരും യോജിപ്പിലും ആയിട്ടു നമ്മൾ പുതുതായിട്ട് വേറെ സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അവിടെ പല ബന്ധങ്ങളായിട്ട് ഒരുമായിട്ട് അടുത്ത് വരണമെങ്കിൽ കുറേ കാലതാമസം വരും. ഇവിടെ ആ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ വീടെടുത്ത് ഞങ്ങളുടെ ഒരു വിളിച്ച് അക്കരയ്ക്ക് പോയി. പിന്നെ അച്ഛനും അച്ഛൻ്റെ മൂത്തേട്ടനും ഇവിടെ തന്നെ വീട്ടിൽ, മൂത്തേട്ടൻ തറവാട്, ഞങ്ങൾ വേറെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോയം വേറെ വീട് അവിടെ തന്നെ എടുത്ത്. അപ്പോൾ അവിടേക്ക് പിന്നെ ഞങ്ങൾ ഇത് അവിടെ കഴിഞ്ഞാൽ അപ്പോൾ മറ്റേത് വാടകയും കൊടുത്ത് പിന്നെ അതങ്ങനെ പോകും. അപ്പോൾ അതാണ് ഇവിടുന്ന് വിട്ടു പോകാൻ ആർക്കും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ പുറമേ പോയാൽ പിന്നെ നമ്മൾ ബന്ധം ഉണ്ടാക്കി കൊണ്ടുവരണം. ഒരു തൈങ്ങാട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യവും ഇതൊക്കെ ആയാലും അത് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇവിടെ അത് വേണ്ടല്ലോ. ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്ന് വിളിച്ചാൽ മതി. അവിടെ ആരെ വിളിച്ചാലും അന്നേരത്തേക്ക് അന്നേരം ഇവിടെ എത്തും. ആവും എന്ത് പ്രശ്നം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാത്തും നീങ്ങുകയും ചെയ്യും, ആകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടുന്ന് ആർക്കും വിട്ടുപോകാൻ മനസ്സ് വരാത്തത്. ഒരു 10-25 വർഷത്തിന് ഇതായി. പിന്നെ കുറച്ച് വെച്ചാൽ മറ്റേ സ്കൂൾ വിട്ടതിന് ശേഷം കുറച്ച് ബസ് പോയി കണ്ടക്ടറായിട്ട് ഒരു 10-10.5 വർഷം ബെൽത്തൂർ റൂട്ടിൽ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതായി വന്നതിന് ശേഷം പിന്നെ പൂയിൻ്റെ പരിപാടി. അപ്പം മറ്റേ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീൻ്റെ ഇതിൽ കൂടി പുയ ഇറക്കിയിട്ട് അത് ലോഡ് ചെയ്ത് കൊടുക്കുന്ന കുറേ അപ്പനെടുത്ത് പിന്നെ അവൻ നിന്ന് അപ്പം പിന്നെ ഇതിലേക്ക് നീങ്ങി. അങ്ങനെ ഓരോന്നോരോന്ന് മാറി ഇങ്ങനെ തൊഴിലുകൾ ഓരോന്നോരോന്ന് മാറി എടുത്ത് അങ്ങനെ പോവുക. ആ സമയത്തും മറ്റേ ഒഴിവുള്ള സമയത്ത് ഇതുപോലെ പറമ്പ് പണിക്ക് പോകും. തെങ്ങിൻ്റെ തടെടുക്കാനും വളരാനും അങ്ങനത്തെ ആ പണിക്ക് പോകും. ഇപ്പോഴും ആ പണി നടന്നു കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ നിന്നാൽ വെച്ചാൽ വലിയൊരു ഇതിലൊന്നും കിട്ടുന്നില്ല. എന്തായാലും 10-600 ഒരു ആൾ നിന്ന് കഴിഞ്ഞാൽ 10-600-2500 റുപ്യൻ്റെ അടിക്കാലും കൂടെ കിട്ടും. ചില അത്യാവശ്യം അവനെ തൊഴിലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തൊഴിലെടുത്ത് കൊണ്ടുപോകും. അത് വെച്ചാൽ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളൊരു മാർഗം കൂടിയായി. പക്ഷെ ബുദ്ധിമുട്ടിക്കുക എന്നല്ല, വരുമ്പോൾ മക്കളിപ്പോൾ നമ്മൾ നോക്കുകയല്ല പറയുന്നത്. ഒരു പോണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് മുന്നുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ തൊഴിലെടുക്കാതെ നിന്ന് പോയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. അപ്പോൾ അത് വരാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തൊഴിലെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം ഈ കടവ് മാത്രമേ ഉള്ളൂ. തലക്കത്തൂർ പഞ്ചായത്തിൻ്റെ അധീനയിൽപ്പെട്ട കടവ് എന്നിട്ട് ഇത് മാത്രം. ഇവിടെ എല്ലാ കടവും എടുക്കപ്പെട്ട്. ഇവിടെ പുതിയോട് കടവ്, പുതുക്കാട് കടവ്, പുളിക്കി കടവ്, അതുപോലെ തൊരായി കടവ്, അങ്ങനെയുള്ള ആ ഭാഗത്തുള്ള കടവുകളെല്ലാം ഒഴിവായി പോയി. ആ പോയെന്ന് വെച്ചാൽ ആളില്ല. അപ്പം തൊയ്യാൻ അതിനുള്ള സംവിധാനം ഇല്ല. എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ പഞ്ചായത്ത് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് തൊയ്ക്കണം. അപ്പോൾ അത് പഞ്ചായത്തിനാവുകയില്ല. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അവർ അത് നിർത്തി. അപ്പം പിന്നെ ലേലത്തിൽ വെക്കാണ്ടായി. കടത്തുള്ള പരിപാടി ഏതായാലും ഇതോടുകൂടി ഇതിലിവിടെ പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയ കടത്തുന്ന പരിപാടിയേ ഉണ്ടാവില്ല. അത് ഓക്കെ. പിന്നെ വേറെ ഒരു കടവുണ്ടാവില്ല. അപ്പോൾ അത് നിന്ന് കഴിയും. ഇതില്ലെങ്കിലും ഒരു കാര്യമല്ലോ, നമ്മളിപ്പോൾ ഒരു പണിയെ ആശ്രയിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ബസ് പണിയെടുത്ത് 10 വർഷം ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ട് പണിയെടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പൂവിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പറമ്പ് പണിയിലേക്ക് നീങ്ങി. അപ്പോൾ അതും ഇതും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ നീങ്ങണം. അപ്പോൾ അന്നേരം വെച്ചാൽ ഓരോന്നോരോന്ന് ദൈവം കാണിച്ചു തരും. അപ്പോൾ അതിലേക്ക് നമ്മൾ നീങ്ങും. അത്രേ ഉള്ളൂ. വലിയ പണി എന്നുള്ള കണക്കൊന്നുമില്ല. നമുക്ക് ആകുന്ന പണി നമ്മൾ എന്തായാലും എടുക്കും.